ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ആ കത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 37 14 വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് അത് യഹോവയുടെ സന്നിധിയിൽ വിരിച്ച് യാചിച്ചു. ഇവിടെ കത്ത് അല്ലെങ്കിൽ സന്ദേശം എന്ന വാക്ക് ഒരു ലിഖിത ആശയവിനിമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വ്യക്തിപരമായി എഴുതുമ്പോൾ അതിനെ ഒരു കത്ത് എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു സഭയ്ക്കോ ഒരു ജനതയ്ക്കോ എന്തെങ്കിലും എഴുതുമ്പോൾ അതിനെ ഒരു ലേഖനം എന്ന് വിളിക്കുന്നു. ഒരു ലേഖനം എല്ലാവർക്കും അറിയേണ്ട ഒരു സന്ദേശം വഹിക്കുന്നു. അതേസമയം ഒരു വ്യക്തിഗത കത്ത് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്വകാര്യ കൈമാറ്റമാണ്. ജീവിതത്തിൽ ചില കത്തുകൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും പ്രോത്സാഹനവും ശക്തിയും നൽകുന്നു. എന്നിരുന്നാലും മറ്റുള്ളവ ദ്രോഹത്തോടെയോ കുറ്റപ്പെടുത്തലുകളോടെയോ എഴുതപ്പെടുന്നു. ഇത് നമ്മെ ഭയപ്പെടുത്തുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. ചിലത് അജ്ഞാതമായി പോലും വരുന്നു. വ്യാജവാക്കുകളോ ഭീഷണികളോ നിറഞ്ഞ ഒപ്പിടാത്ത കത്തുകൾ. മിക്ക കത്തുകളും ഒരു പ്രതികരണത്തിന്റെ പ്രതീക്ഷയോടാണ് എഴുതുന്നത്. തന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും ഉപദേശമോ മാർഗനിർദ്ദേശമോ തേടുന്ന കത്തുകൾ ലഭിക്കാറുണ്ട്. സാധ്യമാകുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ജ്ഞാനത്തോടെ മറുപടി എഴുതുകയും ചെയ്യുന്നു. എന്നിരുന്നാലും വ്യാജ ആരോപണങ്ങളും അപവാദങ്ങളും വഹിച്ചുകൊണ്ടുവരുന്ന മറ്റു കത്തുകളുണ്ട്. അതൊരാളുടെ സമാധാനം കവർന്നെടുക്കുകയും ആത്മാവിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കും അസ്വസ്ഥത ഉളവാക്കുന്ന കത്തുകൾ ലഭിച്ചിരിക്കാം. ഭീഷണിപ്പെടുത്തലിന്റെയോ നിന്ദയുടെയോ വാക്കുകൾ. ഹിസ്കിയ രാജാവിന് ഒരു ഭീഷണി കത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് അത് അവന്റെ മുൻപാകെ വിരിച്ചു. ഓ കർത്താവേ, നിന്റെ ചെവിചായ്ച്ച് കേൾക്കണമേ, നിന്റെ കണ്ണുകൾ തുറന്നു നോക്കണമേ, നീ മാത്രമാണ് ഇതിന് ഉത്തരം നൽകേണ്ടത് എന്ന് നിലവിളിച്ചു. അതുപോലെ ദുഃഖകരമായ വാക്കുകളിൽ നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ കാൽക്കൽ പകരുക. അവന്റെ സന്നിധിയിൽ ചെന്ന് അവന്റെ ബലിപീഠത്തിന് മുൻപിൽ വീണ് പ്രാർത്ഥനയിൽ അവന്റെ മുൻപാകെ കാര്യം വയ്ക്കുക. ചില കത്തുകളെ പിശാചിന്റെ കത്തുകൾ എന്ന് പോലും വിളിക്കാം. ദൈവമക്കളെ, രാവും പകലും കുറ്റപ്പെടുത്തുന്ന സാത്താൻ പലപ്പോഴും കുറ്റപ്പെടുത്തലിന്റെയും നാശത്തിന്റെയും വാക്കുകൾ എഴുതാൻ മനുഷ്യഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്നു. ചിലപ്പോൾ ഇവ വ്യക്തിപരമായ കത്തുകളായിട്ടല്ല, മറിച്ച് പരസ്യമായ എഴുത്തുകളായി കാണപ്പെടുന്നു. ദൈവമക്കളെ അപകീർത്തിപ്പെടുത്തുകയും ക്രിസ്തുവിന്റെ നാമത്തിന് കളങ്കം വരുത്തുകയും ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളോ ലേഖനങ്ങളോ. അത്തരം കാര്യങ്ങൾ സുവിശേഷത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ദൈവരാജ്യത്തിന് നിന്ന വരുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുതുമ്പോൾ ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ കത്തുകളും വാക്കുകളും കാൽവരയിലെ സ്നേഹത്തിന്റെ സുഗന്ധം വഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ എഴുതുക. നിങ്ങളുടെ വാക്കുകൾ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രോത്സാഹനവും നൽകട്ടെ. തന്റെ വരവനായി ആളുകളെ ഒരുക്കുക എന്ന പവിത്രമായ കടമ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ എഴുത്തുകൾ ആ ദൗത്യത്തെ പ്രതിഫലിപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 3 വാക്യം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ലേഖനമാണ് നീ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യെഹെസ്കേൽ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം എബ്രായർ 11 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.